കേരളത്തിലെ സ്ത്രീകൾ പെൺകുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാര് ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സാഹചര്യമാണ്. ഇന്ന് ഏകദേശം നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 14 അമ്മമാരും 9 കുട്ടികളുമായിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കുറച്ച് സ്ത്രീകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെയും കുട്ടികളുടെയും വീടുകളിലുമൊക്കെ പോയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അമ്മമാര് പെൺകുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും, നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഗാർഹിക അതിക്രമം കൂടി വരികയാണ്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നമ്മുടെ സുരക്ഷിതമായ ഇടമാണ് സ്വന്തം കുടുംബമെന്നാണ്. എന്നാൽ ആ കുടുംബങ്ങളിൽ നിന്നാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടത്തുകയും ഇന്ന് കേരളത്തിലെ 6ഓളം ജില്ലകളിൽ ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതിക്ക് രൂപം കൊടുക്കുകയും ഇന്ന് എല്ലാ ജില്ലകളിലും ഈ സമയത്ത് സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഒരു ജനാധിപത്യം എന്നത് ജനാധിപത്യ ബോധമുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇനി ഒരു സ്ത്രീയെയും ആത്മഹത്യക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നും അതിനുള്ള പ്രതിരോധം തീർക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ ഈ പ്രതിരോധ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മളുടെ മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ മാഡത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ ഏതെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് നിന്ന് കിട്ടിയെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രയത്നം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നെങ്കിലും എന്തെങ്കിലും എത്രയും പെട്ടെന്ന് നിന്ന് കിട്ടണേ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. വിദ്യാഭ്യാസം ഒരു തരത്തിലും മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കുന്നില്ല എന്നാണ് അനുഭവങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അവസാനിക്കുകയും നല്ല രീതിക്ക് സ്ത്രീശക്തിയെ പ്രയോജനപ്പെടുത്തുന്നതിനോട് വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അടുത്തതായിട്ട് ഈ രാധാമണി ചേച്ചി സംസാരിക്കുന്നു. നന്ദികേറ്റമായിട്ട് പറഞ്ഞതുപോലെ കുടുംബങ്ങൾ ഇങ്ങനെ ആയിത്തീരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ കുടുംബത്തെ എങ്ങനെ മാറ്റിയെടുക്കാം, ഒരു കുടുംബം ഇമ്പമുള്ളതെങ്കിലും ഗാർഹിക പ്രതിരോധ സമിതി എന്ന് പറയുന്ന പീഡന പ്രതിരോധ സമിതി എന്ന് പറയുന്ന ഈ സംഘടനയ്ക്കെങ്കിലും നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ മനസ്സിലേക്കും പെണ്ണുങ്ങളുടെ മനസ്സിലേക്കും ഒരേപോലെ ഈ ഒരു ആശയം കടത്തിവിടാൻ വേണ്ടെങ്കിൽ ടോക്സിക്കായിട്ടുള്ള ബന്ധങ്ങളെ പിരിഞ്ഞു പൊക്കോട്ടെ. എന്തിനാണ് ഒരുമിച്ച് താമസിക്കുകയും അന്യോന്യം കൊല്ലുകയും അന്യോന്യം ഉപദ്രവിക്കുകയും ചെയ്യുന്നത്? വേണ്ടാത്തൊരു ബന്ധം തുടരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ അങ്ങേയറ്റത്തെ വാശിയും വൈരാഗ്യവും ശത്രുതയുമാണ് നമ്മുടെ നാട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയിപ്പോൾ കാണുന്നത്. എത്രമാത്രം ഓരോരുത്തരും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ അത്രമാത്രം ശത്രുതയാണ് കാണുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറാനുള്ള ഒരു പ്രവർത്തനം കൂടെ നമ്മൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 14 അതായത് ഓഗസ്റ്റ് 14 വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം
രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടി നമ്മുടെ ഒരു കഴിഞ്ഞ 6 മാസത്തിനകം ഏതാണ്ട് 20നോടടുത്ത് സ്ത്രീകളുടെ ആത്മഹത്യകൾ, പെൺകുട്ടികളോടൊത്ത് ഉള്ള ആത്മഹത്യകൾ സംഭവിച്ചു. അതിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിനെതിരെ സംസാരിക്കുന്നതിനുമൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചതാണ്. കേരളത്തിലെ പല ഭാഗത്തും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഞാനും തിരുവനന്തപുരത്ത് പോയിരുന്നു. പല വിശിഷ്ട വ്യക്തികളും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും കുറേയധികം സ്ത്രീകൾ അതിനകത്ത് പങ്കെടുത്തു. അത് അവർ കുടുംബങ്ങളിൽ ജനാധിപത്യം പുലരണമെന്നും ഇങ്ങനെ ആത്മഹത്യകൾ സംഭവിക്കാൻ പാടില്ല എന്നും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി നടക്കുകയാണ് വേണ്ടതെന്നുമൊക്കെ പലരും പലരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ദിവസം കൂടി ഇന്നലെ അവർ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഒരു സ്ത്രീ അവരുടെ ഈ ദിവസത്തെ തന്നെ അനുഭവം എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരൊരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വണ്ടിയെ കയറ്റി വിട്ടിട്ട് സംസാരിക്കുകയായിരുന്നു. അന്ന് രാവിലെ ഒരു ഭർത്താവ് ഭാര്യയെ തിരുവനന്തപുരത്ത് തന്നെ കഴുത്തിന് 3 വെട്ട് വെട്ടി നിലത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ഷീറ്റ് എടുത്ത് മൂടിയതിന് ശേഷം കുട്ടികൾ പോലും അത് വിവരം അറിഞ്ഞിട്ടുമില്ല. കുട്ടികളും വേറെ മുറിയിലിരുന്ന് പഠിക്കുകയോ മറ്റേ ആയിരുന്നു. കുട്ടികൾ സ്കൂളിലോട്ട് പോകാൻ നേരം അമ്മയെ വിളിച്ചപ്പം അച്ഛൻ പറഞ്ഞു, അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുക, നിങ്ങൾ സ്കൂളിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ആരെയോ വിളിച്ച് പറഞ്ഞ് അങ്ങനെ വന്ന് ശവശരീരം അങ്ങനെയാണ് എല്ലാവരും വിവരം അറിയുന്നത്. അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ അണുകുടുംബങ്ങളിൽ ഒരു കൊലപാതകം നടന്നാൽ വീട്ടിലുള്ള കുട്ടികൾ പോലും അറിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയും കൂടെ നിലനിൽക്കുന്നുണ്ട്. വളരെ ദയനീയമായ, വളരെ ഗൗരവമായ, വളരെ ഭയാനകമായ, ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ കുടുംബങ്ങൾ കടന്നു പോകുന്നത്. കുടുംബത്തിനകത്ത് വലിയ സുരക്ഷിതത്വമാണ് എന്നെല്ലാം പറയുന്ന ഈ നാട്ടിൽ നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും എത്ര സുരക്ഷിതത്വത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.